കുഞ്ഞാട്ടെന്നും പറഞ്ഞിട്ടൊരു എഴുത്തുകാരിയുണ്ട് ഫേസ്ബുക്കിലല്ല, അല്ലാതെ എഴുത്തുകാരിയാണ്. പക്ഷേ എനിക്ക് അവരുടെ റൈറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവിടെ ഇപ്പം എത്ര പേര് നിൽപ്പുണ്ട്? 35 പേര്. എനിക്ക് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ഞാൻ കമൻറ്റ് നോക്കില്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ. പറ്റുന്നവർ മതി. നമ്മുടെ കിടിലം ബിറോസിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലേ? പുള്ളി ഇവിടെ സനാതാലയം എന്ന് പറഞ്ഞൊരു ഇത് നടത്തുന്നുണ്ട്. അപ്പം അത് വാടക കെട്ടിടത്തിലായിരുന്നു. ഇപ്പം അവർ അത് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നു. കുട്ടികൾ ക്യാൻസറിൻ്റെ ചികിത്സയ്ക്ക് വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇപ്പം മുതിർന്നവരെയും ചിലരെ എടുക്കുന്നുണ്ട്. അവർക്ക് താമസ സൗകര്യവും ഫുഡും ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ അത് ഇപ്പോൾ ഒഴിയാൻ പറഞ്ഞപ്പോൾ അവരിപ്പോൾ താൽക്കാലികമായിട്ട് വേറൊരു കെട്ടിടത്തിലേക്ക് അവർ മാറിയിട്ടുണ്ട്. അപ്പം അവർക്കൊരു സ്വന്തമായി സ്ഥലം വാങ്ങി കെട്ടിടം പണിയാൻ വേണ്ടിയിട്ട് ക്രൗഡ് ഫണ്ടിങ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ നോക്കിക്കഴിഞ്ഞാൽ സനാതാലയം ക്യാൻസർ സെൻറ്റർ അങ്ങനെ സനാതാലയം ക്യാൻസർ ഒന്നും അങ്ങനെയല്ല, കിടിലം ബിറോസ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ സനാതാലയം അടിച്ചു കൊടുത്താലും മതി, അതിൽ കാണും. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന 50 രൂപയോ 100 രൂപയോ നിങ്ങൾ സഹായിക്കണം. അതേപോലെ തിരുവനന്തപുരത്തുള്ളവർ നമ്മുടെ കയ്യിലുള്ള ന്യൂസ് പേപ്പർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവരെ ഏൽപ്പിക്കാമെന്നുണ്ടെങ്കിൽ ഫണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ്. വളരെ ഉപകാരമായിരിക്കും. ഒരുപാട് കുഞ്ഞുങ്ങളും ഒക്കെ ആളുകൾ വരുന്ന ഫർദർ ട്രീറ്റ്മെൻറ്റിന് പൈസ ഇല്ലാത്തവരും ഒക്കെ അവിടെ വരുന്നുണ്ട്. റൂം എടുത്ത് താമസിക്കാൻ പറ്റാത്ത ക്യാഷ് ഇല്ലാത്തവർക്കും പിന്നെ കീമോയും റേഡിയേഷനും ഒക്കെ ചെയ്യേണ്ടവരൊക്കെ താമസിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങളെ കൊണ്ടൊക്കെ പറ്റുന്നവർ നിങ്ങൾ അവിടെ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അത് എൻ്റെ റിക്വസ്റ്റാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ സനാതാലയം അടിച്ചു കൊടുത്താൽ മതി, അതിൽ വരും.